പരിവർത്തൻ പ്രോഗ്രാമിന്റെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി കാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നെ പരിചയമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. പേര് പ്രകാശ്. ബേസിക്കലി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏതാണ്ട് 30 വർഷത്തോളം സേവനം അനുഷ്ഠിച്ച ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു 4 ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ ചാർജൊക്കെ വഹിക്കാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ സന്തോഷപൂർവ്വം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ആരോഗ്യ മേഖലയിൽ നിന്ന് പറയാം, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, അതിൽ റിട്ടയർ ചെയ്ത ശേഷം ഫുൾ ടൈമായിട്ട് മോദിക്കേറുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോം എനിക്ക് ആകർഷിക്കാൻ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത്. രണ്ട്, ഇതിന്റെ വരുമാനം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. റിട്ടയർ ചെയ്ത ശേഷം എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് ദിനേശ് നാരായണൻ 5 വർഷം മുമ്പ് ഈ അവസരം കാണാൻ എൻ്റെ അടുത്ത് വരികയും എനിക്ക് കാണിച്ചു തരികയും കാര്യങ്ങൾ മനസ്സിലാക്കി തരികയും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറിയ മൊമെന്റ് ആണ്. ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആവുന്നത് എൻ്റെ സ്പോൺസേഴ്സ് ദിനേശ് സാറിനോടും ജിഷാദ് ബക്കർ അവർകളോടാണ്. രണ്ടുപേരും എൻ്റെ ലൈഫിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആളുകളാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ പ്രൊജക്ട് ശരിക്കും മനസ്സിലാക്കേണ്ടത്, മോദിക്കെയർ എന്ന കമ്പനി 1996 മാർച്ച് മാസം 30-ാം തീയതി ഇന്ത്യയിൽ വന്ന ശേഷം ഈ വരുന്ന മാർച്ച് ആകുമ്പോൾ 30 വർഷം തികയാണ്. കഴിഞ്ഞ 29 വർഷം കൊണ്ട് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ പ്ലാൻ സാധിച്ചിട്ടുണ്ട്. മോദിക്കെയറിന്റെ ഈ പ്രൊജക്ട് എന്ന് പറയാം, സമയബന്ധിതമായി തീർക്കാൻ സാധിച്ചാൽ വലിയ മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഞാൻ ജോലിയുടെ സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മാത്രം എൻ്റെ വൈഫിന്റെ പേരിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വായിക്കുന്ന സമയത്ത് വൈഫിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. റിട്ടയർ ചെയ്ത ശേഷം വളരെ ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ. ഫുൾ ടൈം ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷനാണ്. അത് നമ്മൾ ആരും അടിച്ചേൽപ്പിക്കാനോ ഒന്നുമില്ല. കാര്യം ഈ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബിസിനസിന്റെ ഓണേഴ്സാണ്. അപ്പൊ നമുക്ക് ഒരു സ്വന്തമായിട്ട് ബിസിനസ് കെട്ടിപ്പടുക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സ്വന്തമായിട്ട് ബിസിനസ് കെട്ടിപ്പടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നു. ഒപ്പം അതിലൂടെ നമുക്ക് എത്ര വേണമെങ്കിലും വളരാൻ പറ്റിയ അവസരമാണ്. എത്ര വേണമെങ്കിലും, ഒരു ലിമിറ്റ് ഇല്ല. ഈ പ്ലാന്റെ പേര് തന്നെ സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ എന്നാണ്. ഒരു പരിമിതിയില്ലാതെ വളരാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നില്ല? നമ്പ്യാർ സാറ്, അജിത്ത്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, താങ്ക് യു. ഇത് ഈ മിഷൻ 1000 ഡയറക്ടേഴ്സ് നമ്മുടെ ടീം ഗ്ലോബലിന്റെ ഒരു മിഷനാണ്. മോദിക്കെയർ 20,000 ഡയറക്ടേഴ്സ് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്ലാനിങ്ങോടെ വലിയൊരു ലക്ഷ്യത്തെ മുൻനിർത്തി വർക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഇനിയുള്ള 6 മാസത്തേക്ക് ഒരു ലക്ഷ്യം കൂടി ഞാൻ അതിനെ കൂടെ തരികയാണ്. കാര്യം ഈ പ്രൊജക്ട് വർക്കൗട്ട് ചെയ്യാൻ ഈ മാസം തൊട്ട് നമുക്ക് ഡയറക്ടർ ആകാൻ സാധിച്ചാൽ ഈ മാസവും ഈവൻ അടുത്ത മാസം ഡയറക്ടർ ആകാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മലേഷ്യയിലൂടെ പോകാൻ ഒരു ചാൻസ് കൂടി വരുന്നുണ്ട്. അത് പെയ്ഡ് പ്രോഗ്രാമാണ്, എങ്കിലും മലേഷ്യക്ക് ഒരു ഡയറക്ടർക്ക് പോകാൻ പറ്റും. അതാ രസം. അപ്പുറത്ത് നമുക്ക് ഗോവ പോകാൻ നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല, ആർക്കു വേണമെങ്കിൽ ഗോവയിൽ പോകാൻ പറ്റും. അപ്പോ നമുക്ക് പഠിക്കേണ്ടത് ഇന്നത്തെ ഈ പ്രോഗ്രാം, ഈ ഒരു വർക്ക് വിത്ത് പ്ലാൻ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിദേശ യാത്ര ലക്ഷ്യമിടുന്ന എല്ലാവർക്കും തന്നെ ഇതിലൂടെയും കടന്നു പോകാൻ പറ്റും. അത് നിങ്ങൾ അടുത്ത പരിവർത്തന ദിവസവും നിങ്ങളുടെ സ്പോൺസർ വ്യക്തിയോടും ചോദിച്ച ശേഷം അത് കൂടുതൽ മനസ്സിലാക്കുക. ഇനിയുള്ള 6 മാസം അടുത്ത മാർച്ച് 2026 സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗോ മലേഷ്യ പ്രോഗ്രാമും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അത് പൈസ കൊടുത്ത് പോകാതെ ഓപ്ഷൻ ഉണ്ട്. അത് എക്സിക്യൂട്ട് ആയിട്ടെന്ന് പറയും. ഞാൻ ഇതിപ്പോ പ്ലാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് വർക്ക് വിത്ത് പ്ലാനകത്ത് നമുക്ക് ഓരോ ലെവലിൽ നമുക്ക് എന്ത് വരുമാനമാണ് ലഭിക്കുന്നത്, അത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്താണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ വർക്കൗട്ട് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, മോദിക്കെയറിൽ ഇത്രയധികം വരുമാനം ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കഴിഞ്ഞ 29 വർഷത്തോടെ ഇന്ത്യയിൽ ഇതൊരു എടുത്തു പറയത്തക്ക കമ്പനിയായിട്ട് മാറാൻ കാരണം എന്താണ്, ഈ പ്രൊഡക്റ്റും ഈ ബിസിനസ്സുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട വിഷയം. ഞാൻ ആ കാര്യം ഇന്ന് ഇപ്പോൾ പറയുന്നുണ്ടാവില്ല. ഇന്ന് പറയുന്നത് പ്രധാനമായിട്ടും
ഇതിന്റെ പ്ലാനിനെ കുറിച്ച്, ഇതിന്റെ ഇൻകം പ്ലാനിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. സോ നമുക്ക് നേരിട്ട് ആ പ്ലാനിലേക്ക് പ്രവേശിക്കാം. ഈ പ്രോഗ്രാം റെക്കോർഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും കേൾക്കാനുള്ള അവസരം കൂടി ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ പ്ലാൻ. നമുക്ക് വർക്ക് വിത്ത് പ്ലാൻ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമീർ മോദി അവരുടെ നമുക്ക് ആദ്യം ഒരു സല്യൂട്ട് ആരംഭിക്കാം. കാര്യം ഇന്ത്യയില് അടുത്തൊരു റെവല്യൂഷൻ വളരെ സൈലന്റ് ആയിട്ട്, പ്രത്യേകിച്ച് പരസ്യമോ ഇടനിലക്കാരോ ഇല്ലാണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വരുമാനം മുഴുവൻ അത് ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നെ പുനർവിതരണം ചെയ്യുന്ന റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ പുനർവിതരണം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇത് മലേഷ്യയില് വളരെ സക്സസ്ഫുൾ ആണ്, അമേരിക്കയില് വളരെ വളരെ സക്സസ്ഫുൾ ആണ്, ചൈനയിൽ സക്സസ്ഫുൾ ആണ്, കാനഡയിൽ സക്സസ്ഫുൾ ആണ്. അപ്പൊ അവിടെയൊക്കെ വിജയിച്ച ശേഷം നമ്മളെ ഇവിടെ കൊണ്ടുവന്നേക്കുക. നമ്മളിപ്പോ ഇതിനകത്ത് ലോകത്തിലെ 19ാം സ്ഥാനത്തായിരുന്നു, ഇന്ന് നമ്മൾ 11ാം സ്ഥാനത്തേക്ക് എത്തി. നമ്മളെ വിറ്റുവരവ് 2500 കോടി മോദിക്കേർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ മൊത്തം വിറ്റുവരവ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മൊത്തം വിറ്റുവരവ് 25,000 കോടിയാണ്. ഏതാണ്ട് 20,000 കോടി. വേൾഡിലെ അതിന്റെ ഫസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത് അമേരിക്കയാണ്, 3 ലക്ഷം കോടിയാണ്. അവിടെ 3000-ഓളം കമ്പനികളെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ, സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് സാധിച്ചു. അപ്പൊ അത് 33 കോടി ജനസംഖ്യയുടെ രാജ്യമാണ്. നമ്മള് 140 കോടി ജനസംഖ്യ ഈ രാജ്യത്തിന്റെ ഉയർച്ചയില് ഈ കമ്പനിക്ക് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമാണത്. കാരണം ഈ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ സമ്പന്നനാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വലിയൊരു വെൽത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന എല്ലാവർക്കും തന്നെ ഇതിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നിങ്ങൾ രാജ്യത്തിന്റെ ഉയർച്ചയില് ഭാഗവാക്കാകാനും ഒരു ഭാഗ്യമുണ്ടാവും. നിങ്ങൾ പ്രായമോ വിദ്യാഭ്യാസമോ നിങ്ങൾ ആരാണോ എന്താണോ എന്ന് പറയേണ്ട ആവശ്യമില്ല. എവിടെ എത്തണമെന്നുള്ള കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഗംഭീരമായ പ്രോഗ്രാമാണ്. അത് നമ്മളെ സഹായിക്കുന്ന ആ കമ്പനിയുടെ സ്ഥാപകനാണ് നമ്മൾ ഈ കാണുന്ന സമീർ മോദി അവർ. ഇതിന്റെ ഇൻഫിനിറ്റി പ്ലാന്റെ അത് എഴുതിയ വാക്ക് നോക്കുക. ഇൻസ്പയർഡ് ബൈ വിഷൻ, ഡ്രിവൺ ബൈ യു. ഇതൊരു വലിയ കാഴ്ചപ്പാടോട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് ഈ കമ്പനി തന്നേക്കുന്നത്. നമുക്ക് കമ്പനി തന്നേക്കുക, നമുക്ക് ഇതെടുത്ത് എത്ര എണ്ണം വളരാം, എത്ര വരുമാനം ഉണ്ടാക്കിയാലും കമ്പനി MD അതിന് താഴെ ഒപ്പിട്ട് തരും. ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങൾക്ക് പരിമിതിയില്ലാത്ത വിജയത്തിനുള്ള എന്റെ കമ്മിറ്റ്മെന്റ് ആണ്, എന്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവാദിത്തം എന്താണെന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ബിസിനസ് പറക്കേണ്ടത്, വേറെ ഒന്നുമല്ല. അതിനുവേണ്ടി നമ്മളൊന്ന് പതുക്കെ ചേഞ്ച് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി. ഞാനൊരു ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്ന വ്യക്തിയാണ്, ഒരിക്കലും ജോലി മാത്രമേ അറിയുള്ളൂ. ആ ജോലി നിൽക്കുന്ന വ്യക്തി എങ്ങനെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കുക എന്നാൽ ഇതിന്റെ ഇത്തരം ട്രെയിനിങ്ങുകളിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ട് മാത്രമാണ്. ഞാനൊരു ബാക്ക്ഗ്രൗണ്ട്, എന്റെ അച്ഛനൊരു KSEB ഡ്രൈവർ ആയിരുന്നു, അമ്മ ഹൗസ് വൈഫ്, ഞങ്ങൾ 5 മക്കള്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ആ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഇതിനകത്ത് പല കാര്യം കണ്ടപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ജോലി മാത്രം പോരാ. ഒരു ഗസറ്റ് ഓഫീസറുടെ റിട്ടയർ ആയ ശേഷം ഞാൻ വീണ്ടും ചെയ്യാൻ കാരണം നമ്മൾ അങ്ങനെ വേറെ മറ്റുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാതെ നേരായ വഴിക്ക് പോയി ചെയ്യണം. അപ്പൊ അങ്ങനെ നേരായ വഴിക്ക് ചെയ്യുന്നൊരു കമ്പനി കിട്ടിയപ്പോൾ വളരെ ഇഷ്ടമായി. മോദിക്ക് അത്തരത്തിലുള്ള നേരായ വഴിക്ക് പോകുന്ന ഒരു കമ്പനിയാണ് ഇത്. ഞാൻ എടുത്തു പറയാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ കമ്പനിയുടെ വരുമാനത്തിന്റെ എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമ്മുടെ ആ എക്സൈറ്റ്മെന്റ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമുക്ക് എന്തുമാത്രം സ്വപ്നങ്ങൾ നമുക്കുണ്ട്, അത് വലിയൊരു കാര്യമാണ്. ആ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ജീവിതത്തിൽ അർത്ഥം ഉണ്ടാവില്ല. ആ സ്വപ്നങ്ങളെ ഫേസ് ചെയ്യണം, അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്. അത് എത്ര വലിയ സ്വപ്നം നിൽക്കേണ്ട കുഴപ്പമില്ല, അത് എത്ര വലിയ സ്വപ്നം ഉണ്ടെങ്കിലും അത് നേടാൻ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. പണം നമുക്കൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ സമ്പത്ത് ഒന്നിച്ചുണ്ടാക്കാൻ സാധിക്കും, ആ ഒരു കാര്യത്തേക്ക് നമുക്ക് തിരിയാം. ഇപ്പൊ നമുക്കൊരു ബിസിനസ് പ്ലാൻ, യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ, വേറെ എങ്ങും കാണാത്ത, ഇന്ത്യയിലെങ്ങും ഒരാൾക്കും ഇല്ലാത്ത ഒരു യുണീക്ക് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ നമുക്ക് ഷെയർ ചെയ്യാൻ പോവാം. നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ഫ്രീഡവും, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഇതുകൊണ്ട് സാധിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. സോ നമുക്ക് അങ്ങനെ ആ സ്റ്റെപ്പുകൾ, എങ്ങനെ നമുക്ക് ആ സ്റ്റെപ്പുകൾ കയറി ആ വലിയ വിജയപീഠത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദിസ് ഈസ് മോർ ദാൻ എ പ്ലാൻ. ഒരു വെറുതെ പ്ലാൻ പറയാൻ സാധാരണ ബിസിനസ് പോലെ ഒരിക്കലും കരുതരുത്.
ഇറ്റ് ഈസ് മൈ പ്രോമിസ് ടു ഫ്യൂർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് ഞാൻ എന്റെ ഇന്ധനം നൽകാൻ ഉറപ്പുവരികയാണ് ഈ പ്ലാനിലൂടെ. അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് സ്റ്റാൻഡ് ബൈ യു. ഈ ഇരിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ കഴിവുകളുണ്ട്. നമ്മൾ അറിയാതെയാണ് പലപ്പോഴും അങ്ങനത്തെ ആരും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് മാത്രം പലരും ആ കഴിവുകൾ അറിയാതെ മണ്ണടിഞ്ഞു പോവുക പതിവ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തി നമ്മുടെ ഉള്ളിലെ ആ യഥാർത്ഥ കഴിവിനെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാനും കൂടിയാണ്. ഇപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റും ട്രെയിനിങ്ങുകളും ഹൃദയസ്ഥമാക്കണം, പഠിക്കേണ്ടതും അത്ര അത്യാവശ്യമാണ്. എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. ടുഗദർ വി വിൽ ബിൽഡ് എ ഫ്യൂച്ചർ വേർ നത്തിങ് ഹോൾഡ്സ് യു ബാക്ക്. ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടാക്കി തരാം. ഞാനിത് പറയാൻ കാരണം ഞാൻ കണ്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. 4ാം ക്ലാസ് വരെ 4 ജയിച്ചു, 5 തോറ്റു പോയ ഒരു ലേഡി ഇതിനകത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ലേഡീസിൽ ഒരു വന്നിട്ടുണ്ട്. അത് അഭിവൃദ്ധി. ഒപ്പം എന്റെ സ്പോൺസർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ഒരു ചീഫ് എഞ്ചിനീയറാണ്. അദ്ദേഹം അത്രയും പഠിച്ച് താഴെ 62 എഞ്ചിനീയേഴ്സ് ഉണ്ട്. അദ്ദേഹം ഈ ബിസിനസ് ഹൈലി സക്സസ്ഫുൾ ആണ്. ഹൈലി സക്സസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് അഭിമാനപ്പെടുത്തുന്നത് കാണാൻ പറ്റും. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് വരുമാനം? അത് അവരുടെ സ്പോൺസർ വ്യക്തി ഡോക്ടർ സുരേഖ ഭാർഗവ 1 കോടിയിലധികമാണ് മോദിക്കുള്ള വരുമാനം വായിക്കുന്നത്. അപ്പൊ അതിനർത്ഥമാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും മോദിക്കയിലൂടെ ഒരു വ്യക്തി അങ്ങനെ വരുമാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റുമെന്ന സത്യം ആദ്യം മനസ്സിലാക്കുക. അത് തെളിയിക്കപ്പെട്ട കാര്യമാണ്, പ്രൂവൺ ബിസിനസ്. നമ്മൾ അതിനുവേണ്ടി എന്തുമാത്രം ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇമ്പോർട്ടന്റ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുമാനത്തിന്റെ പ്രത്യേകത. 9 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. 1, അപ് ടു 72% പേ ഔട്ട് ഓൺ BV. നമ്മുടെ ബിസിനസ് വോളിയത്തിന്റെ BV PV എന്നാണ് പറഞ്ഞുതരാം. ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 27 ബിസിനസ് വോളിയം അഥവാ BV ആണ്. ഒരു PV ഇസ് ഈക്വൽ ടു 27 BV എന്ന് പറയും. BV അപ്പോ അത്രയും സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 54 രൂപ. മനസ്സിലാക്കണം. അപ്പൊ ഒരു PV എന്ന് പറഞ്ഞാൽ 54 രൂപയ്ക്ക് തുല്യമാണ്. ഒരു BV 27 BV എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ 54 രൂപയ്ക്ക് തുല്യമാണ്. ഇത് മാത്രമേ ആകെ പഠിക്കേണ്ടുള്ളൂ. ഇത് എഴുതി വെച്ചേക്കാം. അപ്പൊ നമുക്ക് അപ് ടു 72% നമ്മൾ മൊത്തം ബിസിനസിന്റെ എത്രയാണ് നടക്കണ്ടോ അതിന്റെ BVയുടെ 72% നിങ്ങൾക്ക് വരുമാനം ഈ കമ്പനി തരുന്നുണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് മണി. നിസ്സാരമല്ലത്. ഇത് ആദ്യത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് നോക്കുക. അൾട്ടിമേറ്റ് കോമ്പൻസേഷൻ പ്ലാൻ. ആരാണ് വർക്ക് ചെയ്യുന്നവർക്ക് കൈ നിറയെ പണം കൊടുക്കുന്ന ബിസിനസ്സാണ്. നമ്മൾ വീട്ടിൽ കുത്തിരുന്ന പോലെ, മൊബൈലിൽ നോക്കിയിരുന്ന പോലെ നമുക്ക് ഇതിനെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, വിതരണ ശൃംഖല വളർത്തിയെടുക്കണം. സോഷ്യൽ മീഡിയ ആവാം, എങ്ങനെയാവാം, നിങ്ങൾ സൂമിലൂടെ ആവാം. നിങ്ങൾക്ക് ആ വിതരണ ശൃംഖല വളർത്തിയെടുത്ത് ഇതിന്റെ ബന്ധപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകൾ ഡെവലപ്പ് ചെയ്ത് വളരെ ശക്തമായ രീതിയിൽ ഒരു അടിത്തറ പാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് അതിന് പവർ ഓഫ് 4 എന്ന് പറയും. ഈ പവർ ഓഫ് 4 ബിസിനസ് ബിൽഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിലൂടെ വലിയ വെൽത്ത് ഏൺ ചെയ്യാൻ പറ്റും. പവർ ഓഫ് 4 അത്ര ഇമ്പോർട്ടന്റ് ആണ്. 3ാമത്തെ പോയിന്റ് നോക്കുക. നോ മോർ. മുമ്പ് മോദി കെയർ ബിസിനസ് 14 ഓർഗനൈസേഷൻ 6 ഓർഗനൈസേഷനൊക്കെ ചെയ്യണമായിരുന്നു. ഞാനങ്ങനെ എന്റെ 6 ഓർഗനൈസേഷൻ ഡയറക്ടറായി ഡയമണ്ട് എന്ന ലെവലിലെത്തി. പിന്നീടും 2 ഓർഗനൈസേഷൻ 8 ഓർഗനൈസേഷൻ വരെ ക്വാളിഫൈ ചെയ്തു. അപ്പോഴാണ് കമ്പനി ആ പ്ലാൻ ഗംഭീരമായ വിപ്ലവകരമായി മാറ്റി നടത്തി. ഇനി 4 ഓർഗനൈസേഷനോട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വികസിപ്പിക്കാം, വിതരണ ശൃംഖല വർദ്ധിപ്പിക്കാം. നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിട്ട് നിങ്ങളുടെ 4 ഫ്രണ്ട്സിലൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. അതൊരു വലിയൊരു ഭാഗ്യമാണ്. സോ ഇപ്പൊ 4 പേരോട് നിങ്ങൾക്ക് ബിസിനസ് വികസിപ്പിക്കാവുന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇതിന്റെ ഏറ്റവും അടിത്തറയ കാര്യം ഈ 4 പേരാണ്. അതിലൂടെ തന്നെ അവരെ നല്ല വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചുകൊണ്ട് അവരുടെ ഗ്രൂപ്പിലും നല്ല വരുമാനം വാങ്ങിക്കാൻ സഹായിച്ചുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്യാം. അടുത്ത അൺലോക്ക് റാപ്പിഡ് ഗ്രോത്ത് വിത്ത് ദ പവർ ഓഫ് 4 ഉണ്ടാവും. വേഗത്തിൽ വളരാൻ വേണ്ടി കമ്പനി 6ഉം 14 വേണ്ട, ഇനി 6 ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് വേഗത്തിൽ വളർത്തിക്കൊണ്ടു പോവുക. 4 പേരെ സ്പോൺസർ ചെയ്യാനല്ല പറഞ്ഞത്. 4 പേരുടെ പവർ ഓഫ് 4 അവരെ ഓരോരുത്തരും ബിസിനസ് ചെയ്ത് 50 PA കമ്പനി ആവശ്യപ്പെടുന്നുള്ളൂ. ഞാൻ പറയുന്നത് അവർ എത്ര വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് ചെയ്യാം. 5ാമത്തെ കാര്യം എൻഹാൻസ്ഡ് ഇൻസെന്റീവ്സ് ഓൺ ഈച്ച് ടൈറ്റിൽ പ്രോഗ്രഷൻ. കമ്പനിയുടെ ഓരോ ലെവലിലും 10 തരം വരുമാനം നമുക്ക് ഫസ്റ്റ് ലെയർ കിട്ടുന്നുണ്ട്. പിന്നെ 2 വേറെ വരുന്നുണ്ട്, റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട് ഒക്കെ. അപ്പൊ 12 തരം വരുമാനമുണ്ട്. ഈ 12 തരം വരുമാനത്തിനകത്തും ഓരോ വരുമാനം ആദ്യത്തെ വരുമാനത്തെക്കാളും വലിയ വരുമാനമാണ്. അപ്പൊ ആ വരുമാനം മുഴുവൻ ഈ ഇരിക്കുന്ന എല്ലാവർക്കും വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. ഈച്ച് ഫ്രം ഇൻഡെഫിനിറ്റ് ഡെപ്ത്. മൾട്ടിപ്പിൾ ബിസിനസ് സെന്റർ. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത്
നിങ്ങൾ 4 ഗ്രൂപ്പിലൂടെ കുറേ അധികം ബിസിനസ് സെന്ററുകൾ വരുത്താൻ പറ്റും. നമ്മളൊരു കട നടത്തുന്ന വ്യക്തിയാണെന്ന് ആലോചിച്ച് നോക്കുക. എന്റെ പല ഫ്രണ്ട്സും കട നടത്തുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കട നടത്താൻ. ആ കട നടത്തുമ്പോൾ ആ വ്യക്തിക്ക് കടയിൽ മാത്രമേ ഉള്ള കച്ചവടം മാത്രമേ കിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇതേപോലെ 100 കണക്കിന് കട നടത്താൻ സാധിക്കും. ഇതിന്റെ മോദിക്ക് ഓരോ വ്യക്തികളും ഓരോ ഷോപ്പായിട്ട് ഒരു ബിസിനസ് സംരംഭമായിട്ട് മാറുകയാണ് ഓരോ വ്യക്തികളും. ആ ഓരോ വ്യക്തികൾക്കും പരിമിതിയില്ലാണ്ട് വളരാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് മോദിക്ക് തന്നിരിക്കുന്നത്. ദെൻ ഇൻസെന്റ് റിവാർഡ്സ് നൗ മന്ത്ലി. മുമ്പ് ലഭിച്ചിരുന്നത് 3 മാസം കൂടുമ്പോഴേക്കും ചില പ്രത്യേക ഈ കാറിന്റെയൊക്കെ 3 മാസം ഞാൻ കാർ അച്ചീവ് ചെയ്ത് 3 മാസം വർക്ക് ചെയ്ത് വോളി ചെയ്തപ്പോഴാണ് കാർ അച്ചീവ് ചെയ്തത്. ഇത് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത മാസം തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ നീങ്ങി തുടങ്ങാം. ഉണ്ടാവും ഹൗസ് ഫണ്ടും കാർ ഫണ്ടൊക്കെ അത്ര പെട്ടെന്നായിട്ട് നടക്കാൻ തുടങ്ങി. 3 മാസം വേണ്ട, അതാത് മാസം ലഭിക്കും. 8ാമത്തെ കാര്യം മോസ്റ്റ് റിവാർഡിംഗ് ലോയൽറ്റി പ്രോഗ്രാം. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച, ഞാൻ പറഞ്ഞു ഞാനൊരു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഈ ബിസിനസ് സെക്ടറിലേക്ക് വരാൻ എന്നെ സഹായിച്ചത് ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം ഈ ലോയൽറ്റിയാണ്. 6 മാസം എത്ര പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു അതിന്റെ 7ാം മൊത്തം അതിന്റെ ആവറേജ് നമുക്ക് തരും. മാക്സിമം നേരത്തെ ഉണ്ടായിരുന്ന 7,000 എഴുതി, ഇപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് 10,000 കൂട്ടി. അപ്പോൾ 6 മാസം കൂടി 10,000 കിട്ടും. 12 മാസമേ ലോയൽറ്റി പ്ലസ് ലഭിക്കും. 12 മാസം കമ്പനിയുടെ ലോയൽ കസ്റ്റമറായിട്ട് നമ്മൾ ഇരിക്കുകയും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തതിലൂടെ നിങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം. കൊണ്ടെടുത്ത് വിൽക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, കാര്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ അറിയുന്ന ആൾക്കാർക്ക് എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഷെയർ ചെയ്യും. നമ്മുടെ ഷുഗർ ഉണ്ടായിരുന്നു, ഷുഗർ കൺട്രോൾ, ഡയബറ്റീസ് കൺട്രോൾ ആക്കി തന്നത് ഇതിന്റെ പ്രൊഡക്റ്റാണ്. കരയിലെ ജാമൻ ജ്യൂസ് എടുത്തു പറയാണ്. അപ്പൊ അത് നമ്മൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കറിയാവുന്ന കുറേയധികം ആളുകളെ ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തു. ഞാൻ വരുന്നത് ഒരു ആരോഗ്യ മേഖലയിൽ നിന്ന്, അവിടുത്തെ സൂപ്രണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോഴും എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും കാണുമ്പോഴും ഞാൻ കാര്യം ഷെയർ ചെയ്തു. അങ്ങനെ നമുക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. ദെൻ അതിലൂടെ ലോയൽറ്റി ഹെൽപ്പ് ചെയ്തു. ദെൻ അടുത്ത കാര്യം നോക്കാം. ദിസ് പ്ലാൻ ഈസ് നൗ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് റിവാർഡിംഗ് പ്ലാൻ ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിലെ ഏറ്റവും വരുമാനം തരുന്ന പ്ലാനാണ്. 72% പേ ഔട്ടാണ്. ഇനി നമുക്ക് ഈ ഇതിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ഗൗരവമായിട്ട് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ബുക്കും പേനെടുത്തിരിക്കാൻ നോക്കുക. 12 തരം വരുമാനങ്ങളാണ്, 72% പേ ഔട്ടാണ് മോദിക്ക് നമുക്ക് തരുന്നത്. 12 തരം വരുമാനങ്ങൾ. ആ വരുമാനങ്ങളെ കുറിച്ച് തറവോ അല്ലെങ്കിലും എനിക്ക് പറയാവുന്ന രീതിയിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ശ്രദ്ധിച്ചോളുക. ആ 72% പേ ഔട്ട് ബിസിനസ് വോളിയത്തിൽ നിന്ന് എങ്ങനെയാണ് കമ്പനി തരാൻ സാധിക്കുക? ഇതിന്റെ ഓരോ സ്ലൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിന്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് 4 പില്ലർ എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങളാണ്. ഈ 4 പില്ലറിൽ നിങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഡിസൈൻ ടു റിവാർഡ് അറ്റ് ഓൾ ദ 4 പില്ലേഴ്സ് ഓഫ് ബിസിനസ്. ഫസ്റ്റ് പില്ലർ നോക്കുക, ഫൗണ്ടേഷൻ. നമ്മൾ ഇതിന്റെ ഉപഭോക്താവായിട്ട് മാറണം. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ അതാ ചെയ്തത്. ഇപ്പൊ 100, 120, 150 പ്രൊഡക്റ്റോളം എന്റെ വീട്ടിലിപ്പോ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ വിപണി. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വരെയുള്ള സമയത്ത് ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. കാര്യം ലോകോത്തര ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ലഭിക്കുന്നു. അത് ലാഭകരമാണ്, എഫക്റ്റീവാണ്, എക്കണോമിക്കലാണ്, എക്കോ ഫ്രണ്ട്ലിയാണ്. ഈ 3 കാര്യം ഞാൻ അടിവരായിട്ട് പറയാം. അത്ര ഗുണകരമായിട്ടുള്ള ഒരു കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ലഭ്യമാക്കുന്ന ഒരു കമ്പനിയായിട്ട്, ആദ്യത്തെ കമ്പനിയായിട്ട് മോദിക്കേർ മാറി എന്നുള്ള സത്യം മനസ്സിലാക്കുക. കാര്യം നമുക്ക് ഈ നാട്ടിൽ ലഭിക്കുന്ന ഇപ്പോ ഏതാണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തിയിട്ട് വിൽക്കുന്ന കുറെ ആളുകളെ ഈ അടുത്ത് ഭക്ഷ്യകാര്യ വകുപ്പ് പിടിക്കുകയും 82ഓളം കമ്പനിയെ പിടിക്കുകയും അവർക്ക് 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഫൈൻ അടിക്കുകയും ചെയ്തു. അത് പത്രങ്ങളും ടി വിയിലൊന്നും വന്നില്ല എന്ന് ദുഃഖസത്യം ഞാൻ പറയാണ്. പക്ഷെ സോഷ്യൽ മീഡിയ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായി മോദിക്കേറിന്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട് ഭക്ഷ്യകാര്യ വകുപ്പ് പിടിച്ചുകൊണ്ട് പോയെങ്കിലും അവർക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർ തിരിച്ചു തന്നു. വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് പ്രശ്നങ്ങളില്ല എന്ന് അവർ നമുക്ക് അറിയിക്കുകയും ചെയ്തു. ഞാനിത് പറയാൻ കാരണം ഇത്ര പ്യുവർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നത്, ഇന്ത്യ ഒട്ടാകെ ലഭിക്കുന്നത് നമ്മുടെ ഭാഗ്യമല്ലേ. ഇവിടെ വലിയൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ആരംഭിക്കുക. വലിയൊരു ബിസിനസ്, ഒരു ഹ്യൂജ് ടേൺ ഓവറിലേക്ക് കമ്പനി പോവാം. അത്ര നല്ല കമ്പനി ആയതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, അവർ ഫാസ്റ്റ് ആയിട്ട് മുടി. അപ്പൊ ഒരു കാര്യം അതാണ്. 2, ഇതിന്റെ ട്രെയിനിങ്ങുകൾ. നിങ്ങൾ പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല കൺസ്യൂമർ ആയിട്ടിരിക്കണമെങ്കിൽ എത്ര ലാഭകരമാണെന്ന്, ഉപയോഗിക്കുന്ന എക്കണോമിക്കലാണ്, എഫക്റ്റീവ് ആണെന്ന കാര്യം, എക്കണോമിക്കലാവണം എങ്ങനെയാണെന്ന്
ഉപയോഗിച്ചും ഡെമോ കൊണ്ടും പഠിക്കുന്നത്. ഇതിന്റെ പ്രൊഡക്റ്റ് പ്ലാൻ പ്രസന്റേഷൻ ഇതിന്റെ രാജാവാണ്. ആ പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് കൺസ്യൂമറായിട്ട് നിൽക്കണമെങ്കിൽ കൺസ്യൂമറായിട്ട് മാത്രം നിൽക്കാം. അങ്ങനെ നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്രസ്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രിഫേർഡ് കസ്റ്റമറായിട്ട്, ആ വാക്ക് ഉപയോഗിക്കുക, പ്രിഫേർഡ് കസ്റ്റമറായിട്ട് നിലനിൽക്കാം. കമ്പനി പറയുന്ന പ്രൊഡക്റ്റിന്റെ ലോയൽറ്റി പ്ലസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. മറിച്ച് നിങ്ങൾ ബിസിനസ് ഓണറായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത സെക്കൻഡ് ലെവൽ നോക്കുക. അഡ്വൈസർ എന്ന ലെവലിലേക്ക് രജിസ്റ്റർ ചെയ്യണം. കമ്പനി ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, ഫുൾ ഡോക്യുമെന്റ്സ് കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അഡ്വൈസറായിട്ട് മാറാൻ പറ്റും. അങ്ങനെയായ ഗുണം വെച്ചാൽ കമ്പനിയുടെ ഈ 12 വരുമാനം അവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. പ്രിഫേർഡ് കസ്റ്റമറിന് പ്രൊഡക്റ്റിന്റെ ഓഫർ മാത്രമേ ലഭിക്കുള്ളൂ. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോ രണ്ടാമത്തെ പില്ലറാണ് അഡ്വൈസർ ആകുക. മൂന്നാമത്തെ, അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് കുറെ പേർക്ക് പ്രൊഡക്റ്റ് മാത്രം മതിയായിരിക്കും. അവരെ നമുക്ക് എന്താക്കാം, പ്രിഫേർഡ് കസ്റ്റമർ ആക്കാം. അല്ലാതെ നമ്മളെ ബാക്കിയുള്ളവർക്കും അഡ്വൈസറായിട്ട് തുടരുകയും ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ബിസിനസ് ചെയ്തേക്കണം. മൂന്നാമത്തെ കാര്യം നോക്കും, നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്തു, ഒരു ഡയറക്ടർ ലെവലിലേക്ക് എത്തി, നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് കൂടുതൽ ഡയറക്ടർമാർ വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ തേർഡ് ലെവലിലേക്ക് എത്തി, ഗ്രൂപ്പിൽ ബിസിനസ് ബിൽഡേഴ്സ് ആരംഭിച്ചു, ഡയറക്ടർമാര് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരാൻ തുടങ്ങി. നിങ്ങൾ കുറെ കൂടി സീനിയർ ഡയറക്ടറോട്ട് മേളിലേക്ക് ലെവലിലേക്ക് ആകാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ ബിസിനസ് ബിൽഡിംഗ് നമുക്ക് ആരംഭിക്കണം. കാര്യം നമുക്ക് ആ ലെവലിൽ നമുക്ക് വലിയ വരുമാനം ലഭിക്കും. അതൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ഇപ്പൊ നാലാമത്തെ ലെവൽ ബിസിനസ് ഐക്കൺസ് ആയി, അതായത് മെന്റേഴ്സ് ആയിട്ട് മാറി. നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് 4 ഗ്രൂപ്പും വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. പവർ ഓഫ് 4 വന്നു. ആ പവർ ഓഫ് 4 എത്തി. നിങ്ങൾ ലെവൽ 1 മൈൽസ്റ്റോൺ നമ്പർ ലെവൽ 1 വരുമാനം ലഭിച്ചു. ലെവൽ 2 എത്തി, അവിടെ വരുമാനം ലഭിച്ചു. മൈൽസ്റ്റോൺ 1 2 ഡിസൈർ കിട്ടി. മൈൽസ്റ്റോൺ 2 അടുത്ത ലെവൽ വരുമാനം ലഭിച്ചു. നിങ്ങൾ ഡയറക്ടറായി. അതിന്റെ ഗ്രൂപ്പിൽ പിന്നെയും ഗ്രൂപ്പിലേക്ക് നല്ല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തു, ഫ്രാഞ്ചൈസ് എക്സ്പാൻഡ് ചെയ്തു, വിതരണ ശൃംഖല വർദ്ധിപ്പിച്ചു, ബിസിനസ് വോളിയം കൂടി, പ്രൊഡക്റ്റിന് അറിവ് കൂടി, ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങി, ടീമിലെ ആളുകൾക്ക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഇതോടുകൂടി ടീം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, വലിയ രീതിയിൽ വികസിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള മെന്റേഴ്സ് ആയിട്ട് അവർക്ക് വേണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ടീമിന് പറയേണ്ട ആ അവസ്ഥയാണ് പറയുന്നത് മെന്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഷെയർ കൊടുക്കണം, ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം. അവരെ നിരന്തരം അവരെ ഉപദേശിക്കാം. കാര്യം നിങ്ങളുടെ എല്ലാവരും ബിസിനസ് പാർട്ട്നേഴ്സാണ്, അവരെല്ലാം ബിസിനസ് ഓണേഴ്സാണ്. അവർ ഉപദേശിക്കാം, അവർക്ക് വേണ്ടി ഗൈഡൻസ് കൊടുക്കാം, അവർ ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കാം, അതിലൂടെ വളർത്തിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അങ്ങനെ 12 തരത്തിലുള്ള വരുമാനമാണ് ലഭിക്കുന്നത്. കേട്ടോ, 72%. ആദ്യം നോക്കി, ഫസ്റ്റ് കാര്യം നോക്കി, ഇത് പ്രിഫേർഡ് കസ്റ്റമറിനും എല്ലാവർക്കും ലഭിക്കുന്ന, അഡ്വൈസർക്കും എല്ലാവർക്കും ലഭിക്കുന്ന സേവിങ് ഓൺ കൺസംപ്ഷൻ. നമ്മൾ വാങ്ങി ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ നമുക്ക് 33% വരെ നമുക്ക് ലാഭം ലഭിക്കും. MRP നിന്ന് 33% വരെ ലാഭം ലഭിക്കും. അതാണ് സേവിങ് കൺസെപ്റ്റ്. സെക്കൻഡ്, പ്രോഗ്രേഷൻ ബോണസ് ആണ്. ബിസിനസിന്റെ 2%, 3%, 4%, 5%, 6% വരെയുള്ള പ്രോഗ്രേഷൻ ബോണസ് നമുക്ക് ലഭിക്കുന്ന, അതാണ് സെക്കൻഡ് സ്റ്റേജിലെ വരുമാനം. ഇതും അട്രാക്റ്റീവ് ആണ്. മൂന്നാമത്തെയാണ് പവർ ഓഫ് 4. ഇതാണ് ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. മോദി കെയർ ബിസിനസ്സുകൾ വലിയൊരു വരുമാനത്തിലേക്ക് ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് പവർ ഓഫ് 4 ആണ്. അതിലൂടെ നമുക്ക് 5% എക്സ്ട്രാ ബോണസ് ലഭിക്കും, കമ്പനി ഷെയർ ലഭിക്കുന്ന അവസ്ഥയിൽ. നാലാമത്തെയാണ് ഡയറക്ടർ. ഇവിടെ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട റൗണ്ടിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്തേക്കാം. പവർ ഓഫ് 4ലൂടെ നിങ്ങൾ എൻട്രി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ലാണ്ട് എൻട്രി ചെയ്യാൻ പറ്റും. പവർ ഓഫ് എൻട്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ റാങ്കിലേക്ക് പെട്ടെന്ന് കയറിപ്പോൻ പറ്റും. ഇപ്പൊ ഡയറക്ടർ ബോണസ് 17% DB ബോണസ് ലഭിക്കും. ആ ഡയറക്ടർ എത്തിയ വ്യക്തികൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള ബോണസ് 3% ലഭിക്കും. അതിപ്പോ കാണിച്ചു തരാം ഞാൻ. അതിന്റെ ഷോ കാണിച്ചു തരാം. അതിന് നാഷണൽ ട്രാവൽ ഫണ്ട്, ഇന്ത്യ ഒട്ടാകെ ടൂർ പോകാൻ ഫണ്ട് ഉണ്ട്. ഇപ്പൊ ലീപ്പ് എന്നൊരു പ്രോഗ്രാം കഴിഞ്ഞേ ഉള്ളൂ, കൊടക്കനാലായാലും. ആ നാഷണൽ ട്രാവൽ ഫണ്ടായിട്ട് നമുക്കൊരു 4% ബോണസ് വേറെ തരും. മെന്റർഷിപ്പ് ബോണസ്. ഗ്രൂപ്പില് ഒരു വ്യക്തി ഡയറക്ടറായിട്ട് പുതിയ വ്യക്തി നമ്മുടെ ഗ്രൂപ്പിൽ വരികയാണ്. ഇപ്പൊ നമ്മൾ സീനിയർ ഡയറക്ടർ എന്ന ലെവലിലേക്ക് എത്തി. അപ്പോൾ കമ്പനിയുടെ മെന്റർഷിപ്പ് ബോണസ്, അഡീഷണൽ ബോണസ് വേറെ ലഭിക്കുക ആവും. കേട്ടോ, അപ്പൊ വരുമാനത്തിന്റെ തോത് പിന്നെ കൂടുക. ഇനി തൊട്ട് 2 ഓർഗനൈസേഷൻ ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്ക് എത്തും. നമ്മൾ വേൾഡ് ടൂർ ഫണ്ട് ആരംഭിക്കുകയാണ്. വേൾഡ് ടൂർ ഫണ്ട്, ലോകമൊട്ടാകെ യാത്ര ചെയ്യാനുള്ള ഫണ്ട്. ഇപ്പോ മലേഷ്യ അടുത്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഈ 6 മാസത്തിന് ശേഷം ആ വേൾഡ് ടൂർ ഫണ്ട് ED ആൾക്ക് ഫ്രീ കൊണ്ടുപോകും കമ്പനി. ED ആൾക്ക് അവർക്ക് കമ്പനി ടൂർ ഫണ്ട് കൊടുക്കും. ED ആകാത്ത ബാക്കി സീനിയർ ഡയറക്ടർക്കും ഡയറക്ടർക്കൊക്കെ 89,500 രൂപയാണ് അതിന്റെ ടൂർ ഫണ്ട് വരുന്നത്. 80,000 കൊടുത്ത് അവർ കൊണ്ടുപോകും. ED ആയി കഴിഞ്ഞാൽ അവർക്ക് 20,000 കൊടുത്ത് അവർക്ക് പോകാൻ പറ്റും.
അപ്പോൾ ഇ ഡി എത്തിക്കുന്ന സമയത്ത് ഈ ടൂർ ഫണ്ട് ലഭിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 20,000 കൊടുക്കാതെ തന്നെ പോകാനും സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ഓക്കെ, ദെൻ ലക്ഷറി കാർ ഫണ്ട്. ഞാൻ ഇതിലൂടെ കാർ ഫണ്ട് സ്വന്തമാക്കിയ വ്യക്തിയാണ്. ഈ ലക്ഷറി കാർ ഫണ്ടിലൂടെ തന്നെ 159 കാറ് മോദി കയറുന്ന എന്റെ വൈഫ് ഞാനിവിടെ പോയി ഏറ്റുവാങ്ങിച്ചതാണ്. ഒരു 13 ലക്ഷം രൂപയുടെ കാറ് മഹീന്ദ്രയുടെ SUV 300 വെർഷൻ 8 ഇതിലൂടെ വാങ്ങിക്കാൻ സാധിച്ചു. അത് ഭയങ്കര ഒരു നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന, സ്വപ്നത്തിൽ കണ്ടിരുന്ന കാറാണത്. ആ കാറ് വാങ്ങിക്കാൻ പറ്റി. അത് ഈ കാർ ഫണ്ട് കൊണ്ട് വാങ്ങിച്ചു. 5 കാർ ഫണ്ട് കേട്ടോ. ഇനി വീട് വെക്കാനുള്ള ഫണ്ട്, അത് അടുത്ത പ്ലാനാണ്. ആ പ്ലാനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഡ്രീം ഹൗസ് ഫണ്ട് എന്ന് പറയും. റെഡ് ഡയമണ്ട് ലെവൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 4 പേര് ഡയറക്ടറാക്കിയാൽ നിങ്ങൾക്ക് കാർ ഫണ്ട് ലഭിക്കുള്ളൂ. അല്ല, വീട് ഫണ്ട് ലഭിക്കും. 2 പേര് ഡയറക്ടറാക്കിയാൽ നിങ്ങൾക്ക്, 3 ഡയറക്ടറാക്കിയാൽ നിങ്ങൾക്ക് കാർ ഫണ്ട് ലഭിക്കും. അപ്പൊ നമുക്ക് കാർ ഫണ്ട് നമുക്ക് 40,000 വരെ ലഭിക്കും. ഡ്രീം ഹൗസ് ഫണ്ട് ലഭിക്കുന്നത് 4 പേര് ഡയറക്ടറാക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി വീട് വെക്കാനുള്ള ഫണ്ട് തരും. അത് 50,000 വരെ പെർ മന്ത് ലഭിക്കും. പിന്നെ അത് ആ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട് എന്ന റാങ്കിലേക്ക് നീങ്ങാൻ സാധിക്കും. ഇതാണ് ആ സേവിങ് ഓൺ കൺസംഷൻ എന്ന് പറഞ്ഞ ആദ്യം കണ്ട. എത്ര കളർഫുള്ളാന്ന് നോക്കി. 33% വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് ലോയൽറ്റി പ്രോഗ്രാം വേറെ ലഭിക്കുന്നുണ്ടാവും. അതിന്റെ ബെനിഫിറ്റ് വേറെ ലഭിക്കും. ഇപ്പോ ഒരു ഏകദേശ പിക്ചർ ലഭിച്ചു. നമുക്ക് നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാണ് ടീം ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ പ്രിഫേർഡ് കസ്റ്റമർ ആയാൽ മതി. ബാക്കിയൊന്നും പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ടീമായിട്ട് പോയി നമുക്ക് ടീം വർക്ക് വളരെ രസകരമാണ്. ടീം എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ടുഗദർ എവരിബഡി അച്ചീവ്സ് മിറക്കിൾ. കണ്ടോ, അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ടുഗദർ എവരിബഡി അച്ചീവ്സ് മോർ, കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലോകത്ത് ഏറ്റവും വലിയ വസന്തമാണ്. 100 വർഷത്തോളമായി ലോകത്ത് വന്നിട്ട് ഏറ്റവും അധികം കുടുംബങ്ങളെ രക്ഷിച്ച, ഏറ്റവും അധികം കുടുംബങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും നേടിക്കൊടുത്ത ഒരു ഓർഗനൈസേഷനാണ്, ഒരു ബിസിനസ്സാണ്, രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് രണ്ടാമത്തെ വരുമാനമാണ് പ്രോഗ്രേഷൻ ബോണസ്. 6% വരെ അത് ലഭിക്കും. നമുക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, നമ്മുടെ ഷുഗർ കൺട്രോളായി, നമ്മൾ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ പറഞ്ഞു അയാൾ ഇത് വാങ്ങിച്ചു ഉപയോഗിച്ചു, അയാളുടെ അസുഖം ഭേദപ്പെട്ടു, 100% ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നം എടുപ്പാക്കി താല്പര്യമായി, ആ റെഫർ ചെയ്ത് അയച്ചു കൊടുത്തു, അയാളുടെ അസുഖം ഭേദമായി. അപ്പൊ വേറെ ആൾക്ക് മുട്ടുവേദനയായിരുന്നു. ആ ജോയിന്റ്സ് ഹെൽത്ത് സഹായിക്കുന്ന കുറെ ഉൽപ്പന്നത്തിനകത്തുണ്ട്. ആ ജോയിന്റ് ഹെൽത്ത് കംപ്ലീറ്റ് മാറ്റാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് എന്റെ അറിവിൽ തന്നെ 10, 60, 70, 100ഓളം പേരോളം എന്റെ അറിവിൽ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ വലിയൊരു ഓപ്പറേഷൻ ഒന്നും കൂടാതെ പോഷകാഹാരങ്ങൾ കൊണ്ട് അസുഖങ്ങൾ മാറ്റാൻ പറ്റും. അസുഖങ്ങളെ തീവ്രത കുറച്ച് സാധാരണ ലെവലിലേക്ക് മനുഷ്യന്റെ ആരോഗ്യത്തെ എത്തിക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവാണ് എന്നെപ്പോലൊരു വ്യക്തി ആരോഗ്യ മേഖലയിൽ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രി, മോദി കെയർ പോലുള്ള ഒരു ഹ്യൂജ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യാൻ കാരണം. സോ ഇതിലൂടെ നമുക്ക് പ്രോഗ്രഷൻ ബോണസ് 6% ലഭിക്കും. നമുക്ക് പണ്ട് അക്യുമുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ മാസം കൂടി ഇപ്പൊ എന്റെ ബിസിനസ് കൂടി അതുകൊണ്ട് 7.5 കോടിയുടെ ബിസിനസ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അട്രാക്ഷൻ എത്തില്ല. നമുക്ക് അറിയാതെ മാത്രമേ നമുക്ക് റാങ്ക് എത്തിയെന്ന് അറിയാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ആ ഡിഫിക്കൽട്ടീസും അങ്ങനത്തെ അറിയേണ്ട ആവശ്യമൊന്നും ഇരുത്തില്ല. ഇവിടെ നമുക്ക് ഈ പ്രോഗ്രഷൻ ബോണസ് മാത്രം നോക്കിയാൽ മതി. ഉണ്ടോ, 15 PV നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് 2% കിട്ടും. അത് 50 PV എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 3% ആവും. ഉണ്ടോ, അത് 200 പോയിന്റ് വാല്യൂ ഗ്രൂപ്പിലെ മൊത്തം ഗ്രൂപ്പ് വാല്യൂ 200 എത്തുമ്പോൾ നിങ്ങൾക്ക് 4% എത്തും. ആ 4% വരുമാനം ലഭിക്കും. അപ്പോൾ അവിടെ പവർ ഓഫ് 4ഉം അഡീഷണൽ ലഭിക്കുന്നുണ്ട്. 4 ഗ്രൂപ്പുകൾ വരണമെങ്കിൽ അതിന്റെ ഇൻകവും നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കും. അഡ്വൈസർ 700 തൊട്ട് 1000 വരുമ്പോൾ നിങ്ങൾ 6% ബോണസിലേക്ക് ഉപയോഗിച്ചു. ഉണ്ടോ, അപ്പോഴും പവർ ഓഫ് 4ന്റെ ബോണസ് അത് എക്സ്ട്രാ ലഭിക്കും. ഡയറക്ടർ ബോണസ് നിങ്ങൾ 1100 പോയിന്റ് വാല്യൂ എത്തുമ്പോൾ നിങ്ങൾ ഡയറക്ടർ റാങ്കിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് ലഭിക്കും. കമ്പനിയുടെ മറ്റുള്ള ബെനിഫിറ്റും പതുക്കെ ആരംഭിക്കും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രഷൻ ബോണസിന്റെ ഈ സ്ട്രക്ചർ എന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഇത് വരുമാനത്തിന്റെ ആരംഭ ഘടകമാണ്. പ്രോഗ്രഷൻ ബോണസ് PB എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം. ഡയറക്ടർ എത്തിക്ക് നമുക്ക് DB എന്ന് പറയും. ഡയറക്ടർ ബോണസിലേക്ക് പ്രവേശിക്കും. പാറ്റ് ഡയറക്ടർക്ക്, ഒരു പെയ്ഡ് ഡയറക്ടറായ വ്യക്തിക്ക് അവർക്ക് 6% പ്രോഗ്രഷൻ ബോണസ് ലഭിക്കുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. അവർക്ക് അഡ്വൈസേഴ്സൊക്കെ 15 പോയിന്റ് വാല്യൂ ചെയ്ത് അവർക്ക് വരുമാനം ലഭിക്കും. മന്ത്ലി പ്രോഗ്രഷൻ ബോണസ് ലഭിക്കും. 15 PV മിനിമം ചെയ്താൽ അവർക്ക് വരുമാനം ലഭിക്കും. അത് 50 PV കൂടുതൽ വരുമാനം കിട്ടും. 100 PV കൂടുതൽ വരുമാനം ലഭിക്കും. ഞാൻ എല്ലാ മാസവും 100 PV മേലിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി അത് 200, 300, 400 ആക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് പറഞ്ഞുതരാം.
ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ആക്ടിവേറ്റ് ഫോർ അഡ്വൈസ്. നമുക്ക് ആകെ ഇപ്പൊ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൂപ്പിലെ 4 വ്യക്തികളെ ബിസിനസ്സിലേക്ക് വിജയിച്ചേൽപ്പിക്കുക എന്ന കാര്യം ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ 4 ഗ്രൂപ്പ് നോക്കുക. എയും ബിയും സിയും ഡിയും ആണ്. സെപ്പറേറ്റ് അവർ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. സപ്പോസ് ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമെന്ന് കരുതുക. അത്രയും കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. കണ്ടോ, അത് ചെയ്തതോടെ അവർക്ക് ബിസിനസ്സിലെ ഓരോ ലെവലിൽ എത്താൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരിക. ഇതൊരു പ്രത്യേകതയുള്ള സംഗതിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുക. എ ബി സി ഡി അവരോരോരുത്തരും ആ 50 പി ചെയ്തതോടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ഗുണിച്ചേക്കുണ്ടാവും. 50 PV ആയിരുന്നു. കണ്ടോ, ഒരു PV എന്ന് പറഞ്ഞാൽ 27 ബിസിനസ് വോളിയം. ശരിക്കും പഠിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഏറ്റവും കാതലായ കാര്യമാണ്. ഒരു PV എന്നാൽ 27 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ 54 രൂപയാണ്. നമുക്ക് രൂപ കണക്ക് നമുക്ക് മറന്നാളയാം. നമുക്ക് വരുമാനം എങ്ങനെ കിട്ടുന്നു കാണിച്ചു തരാം. നമ്മൾ ഗ്രൂപ്പിലെ എയും ബിയും സിയും ഡിയും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള 3000 രൂപയുടെ സാധനമാണ് വാങ്ങിച്ചത്. അപ്പോ 50 PV എന്ന് നോക്കിയാൽ മതി. അപ്പൊ 50 PV-യുടെ 27 കൊണ്ട് ഗുണിക്കുക. ആ ഗുണിച്ചതിന്റെ നിങ്ങൾ ഇപ്പോ എയും ബിയും സിയും ഡിയും നിൽക്കുന്നത് 3% PV-യിലാണ് അല്ലെ? അവർക്ക് എല്ലാവർക്കും ആ 3% വരുമാനം കൊടുക്കും. നിങ്ങൾ അവരെ കൊണ്ടുവന്നതുകൊണ്ടും നിങ്ങളുടെ PV 200 മേളിലായതുകൊണ്ടും സ്വാഭാവികമായിട്ട് നിങ്ങൾ 4% PV എത്തിയേക്കുക. ഇത് കൃത്യം കണക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എഴുതിയേക്കണം കേട്ടോ. എയും ബിയും സിയും ഡിയും 3% നിൽക്കുന്നു, നിങ്ങൾ 4% നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം 1% ഉണ്ടോ? ആ എയുടെ ബിയുടെ സിയും ഡിയും 1% എങ്ങനെ ലഭിക്കും എന്ന് കാണിച്ചു നിൽക്കുക. കൃത്യമാണ് കണ്ടോ. എല്ലാ ഗ്രൂപ്പിൽ നിന്നും 50 പോയിന്റ് വാല്യൂവിന്റെ 27 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് ബിസിനസ് വോളിയമായി. അതിന്റെ 4 1 3 കൊടുക്കുമ്പോൾ 1% കിട്ടും. ആ 1% ആയ 13 രൂപ 50 പൈസ ആ 7 ഗ്രൂപ്പിൽ ലഭിക്കുക. ചെറിയ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാവും. ആ 4 ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 13 രൂപ 50 വെച്ചിട്ട് 4 ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നു. 108 രൂപ നിങ്ങൾക്ക് ബ്രോക്കറേജ് ബോണസ് ആയിട്ട് നമുക്ക് കമ്പനിയിൽ ലഭിക്കുക കണ്ടോ. പ്ലസ് പവർ ഓഫ് 4 എത്തിയതിന് കമ്പനി നമുക്ക് അഡീഷണൽ ആയിട്ട് 2 ഷെയർ ലഭിക്കുന്നുണ്ട്. ഇത് മനസ്സിലായോ? ഈ ഭാഗം ക്ലിയർ അല്ലേ അംബിയർ സാറേ? ഓക്കെ, അപ്പൊ ഇതാണ് വരുമാനം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം ഉപയോഗിച്ചത്. എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള അപ്ലൈനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അടിയന്തരമായിട്ട് പഠിക്കേണ്ട ആവശ്യവും. ഇനി പവർ ഓഫ് 4 നോക്കാം. അപ്പൊ ആ വരുമാനം ലഭിച്ച് ആ വരുമാനം കിട്ടുന്ന കാര്യം മനസ്സിലായി. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം എത്ര കിട്ടുമെന്ന് കൃത്യമായിട്ട് ഓരോ മാസവും കണക്കൂട്ടി നോക്കാൻ സാധിക്കും. ഈ പവർ ഓഫ് 4 നോക്കുക. ഇതൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ വലിയ പതിയെ പവർ ഓഫ് 4 നിങ്ങളുടെ എയിലും ബിയിലും, എയുടെ താഴെ A1 A2 A3 A4, ബിയുടെ താഴെ B1 B2 അങ്ങനെ നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെ എല്ലാവരും ഹോം മീറ്റിംഗ് വെച്ചു. അവിടെ മീറ്റിംഗ് പ്ലഗ് ചെയ്തു. പരിവർത്തന പ്രോഗ്രാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ട്. അവിടെ പങ്കെടുപ്പിച്ചു പുതിയ ഗസ്റ്റുകളെയൊക്കെ, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഞങ്ങളുടെ ബ്രദറിനെയും സിസ്റ്ററിനെയൊക്കെ പങ്കെടുപ്പിച്ചു. അവരെ കൊണ്ടുവന്നു. അവർക്കും വലിയ വരുമാനം ഉണ്ടാക്കാൻ ഈ പ്രൊജക്റ്റിലൂടെ സഹായിക്കാൻ പറ്റുക. അങ്ങനെ പവർ ഓഫ് 4 ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ പൂൾ ഫയൽ ഉപയോഗിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, 4 ഗ്രൂപ്പും 50 പി ചെയ്തപ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ 2 ഷെയർ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ അർഹനായി. ഇതാണ് പോയിന്റ്. അപ്പൊ നിങ്ങൾ മൈൽ സ്റ്റോൺ നമ്പർ 1 പ്രവേശിച്ചു. ഏതാണ്ട് 1000 രൂപ മേളിൽ വരുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ. ഇവിടെ സംഭവിച്ചതല്ല, നിങ്ങളെ മൈൽ സ്റ്റോൺ നമ്പർ 1 പൂർത്തീകരിച്ചു. നിങ്ങൾ എയും ബിയും സിയും ഡിയും 50 പി ചെയ്തു. ഇവിടെ ബിസിനസ് ആരംഭിക്കുകയാണ്. പിന്നെ ചെയ്യേണ്ട ഏഴ് താഴെ A1 A2 A3 A4 ഉണ്ടാവും. ബിന്റെ താഴെ പിയുടെ പവർ ഓഫ് 4, സിയുടെ പവർ ഓഫ് 4, ഡിയുടെ പവർ ഓഫ് 4, അങ്ങനെയൊക്കെ കാര്യം കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ റാങ്കിലേക്ക് അതേ മാസം തന്നെ എത്താം. അതേ മാസം തന്നെ ഡയറക്ടർ ആവാം. അപ്പൊ ഇത് ചാൻസ് വെറുതെ കളയരുത്. കാര്യം അങ്ങനെ 1000 പി എത്തി നിങ്ങൾ ഡയറക്ടറായിട്ട് മാറും. ഈ ലെവൽ 2-ൽ നിങ്ങൾക്ക് എല്ലാവരും പവർ ഓഫ് 4 ആവണമെന്ന് നിർബന്ധമില്ല. അവര് ഓരോരുത്തരും 3 4 2 മിനിമം 2 പേരും ഉണ്ടാവണം. ഈ 4 ഗ്രൂപ്പിൽ മിനിമം 2 പേരും, അങ്ങനെ മൊത്തം 12 പേരും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 2-ലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കമ്പനി നിങ്ങൾക്ക് 4 ഷെയർ തരും. കണ്ടാ, 2 ഷെയർ തന്നപ്പോൾ നമുക്ക് 1000 രൂപ ഇടിക്കുന്ന 4 ഷെയർ എത്ര ഉണ്ടാവും? സ്വാഭാവികമായിട്ടും അതിന് ഇരട്ടി ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് ലെവൽ 2. നിങ്ങൾ നേരിട്ട് സ്പോൺസർ ചെയ്ത 4 പേരും ആയിരിക്കണം പവർ ഓഫ് 4 വരേണ്ടത്. ലെവൽ 2-ൽ അങ്ങനെയല്ല. ആ 7 താഴെ വന്ന A1 A2 A3 ഗ്രൂപ്പിൽ താഴെ വന്നേക്കണം ആരെങ്കിലും ഒരാൾ ആ മാസം ആ പ്രാവശ്യം 50 പോയിന്റ് വാരി എന്നാലും നിങ്ങൾ ലെവൽ 2 ക്വാളിഫൈ ചെയ്യും. 7 തൊട്ട് താഴെ ആൾക്കാർ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. ഓക്കെ, മിനിമം 2 പേരെങ്കിലും ഈ ഗ്രൂപ്പിൽ വരികയും മൊത്തം 12 പേര് ഉണ്ടാകുകയും ചെയ്താൽ നിങ്ങൾക്ക്
ലെവൽ 2 ക്വാളിഫൈ ചെയ്യാം, 4 ഷെയർ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം. ഈസ് എ ഗ്രേറ്റ് തിങ്. നിങ്ങൾ ഡയറക്ടറായി, നിങ്ങൾ 1100 പോയിന്റ് വരെ എത്തി, നിങ്ങൾ ഡയറക്ടറായി. ഇപ്പോ ഇനി ഞങ്ങൾ ലക്ഷ്യം എന്ന് പറയും, ടീമിൽ എത്ര കൂടുതൽ ഡയറക്ടർമാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കണം, അതിലേക്കുള്ള വർക്ക് ചെയ്യണം. ഇവിടെയാണ് ഇതാണ് ഏറ്റവും ബേസിക്, ഏറ്റവും സമയം എടുക്കുന്ന കാര്യം. ഇനി കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്പീഡായി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഡയറക്ടറായ കമ്പനി നമുക്ക് ഡയറക്ടർ ബോണസ് 17% ഡയറക്ടർ ബോണസ് തരുന്നു ഉണ്ടോ. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, 1100 പോയിന്റ് വാല്യൂ എത്തുകഴിഞ്ഞാൽ ഒരു 60,000 ബിസിനസ് ചെയ്ത് നമുക്ക് ഡയറക്ടർ ആകാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ മലേഷ്യയിൽ ഇപ്പൊ ക്വാളിഫൈ ആണെങ്കിൽ വേണം 1250 പോയിന്റ് വാല്യൂ ഒന്ന് മാത്രം ചെയ്യുക. വരുമാനം കിട്ടാൻ 1100 PV മതി. നമ്മളെ മലേഷ്യ ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് 1250 പോയിന്റ് വാല്യൂ എത്തണം. ഓക്കെ, ഇനി എങ്ങനെ ഡയറക്ടർ ആകാൻ പറ്റും? ഇവിടെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് എയും ബിയും സിയും ഡിയുടെ മൊത്തം വോളിയം 250 പോയിന്റ് വാല്യൂ എത്തി ഉണ്ടാവും. ആ ഓരോരുത്തരും 250 പോയിന്റ് വാല്യൂ എത്തി. ടോട്ടൽ വോളിയം 1100 കവർ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്ടർ ആകാൻ പറ്റും. നിങ്ങൾ 50 ബി ചെയ്താലും ഡയറക്ടർ ആകാൻ പറ്റും. പക്ഷെ മൊത്തം വോളിയം 1100 പോയിന്റ് വാല്യൂ ഉണ്ടായിരിക്കണം. ഇതാണ് ഡയറക്ടർ പ്രത്യേകത. എത്തിക്കഴിഞ്ഞാൽ കമ്പനി നമുക്ക് നേരത്തെ പറഞ്ഞു വെഹിക്കിൾ ബോണസ് 2500 ഒരു മാസം മാക്സിമം ലഭിക്കാൻ അർഹതയുണ്ട്. മാക്സിമം കേട്ടോ, മാക്സിമം അപ് ടു. നാഷണൽ ട്രാവൽ ഫണ്ട് ഇന്ത്യയിൽ ട്രിപ്പ് കിട്ടാനുള്ള 5000 രൂപ നമുക്ക് ആ എല്ലാ മാസവും മാക്സിമം നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം. മാക്സിമം നിങ്ങൾ കൂടുതൽ വോളിയം ഉണ്ടെങ്കിൽ 5000 കിട്ടും, കുറച്ച് വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് 1800 2000 കിട്ടുള്ളൂ. അത് സീനിയർ ട്രക്കും ഡയറക്ടർ ലഭിക്കും. ഇങ്ങനെ 3 വരുമാനമാണ് ഒരാൾ ഡയറക്ടർ ആകുമ്പോൾ തന്നെ ലഭിക്കുന്നത്. 3 പൂള്: ഡയറക്ടർ ബോണസ് 17%, വെഹിക്കിൾ ബോണസ് 3%, നാഷണൽ ട്രാവൽ ഫണ്ട് 4%. ഇനി നമുക്ക് അടുത്ത വരുമാനം നോക്കാം. അടുത്ത വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് മനസ്സിലായി ഡയറക്ടർ മേളിലേക്ക് കയറി പോകണം, അല്ലെ അടുത്ത റാങ്കിലേക്ക് പോകണം. നമ്മുടെ ഗ്രൂപ്പിൽ പുതിയ ഡയറക്ടർ വരണം. അപ്പൊ നമ്മൾ അറിയപ്പെടുന്ന പേര് സീനിയർ ഡയറക്ടർ എന്നാണ്. ആ ലെവലില് കമ്പനി നമുക്ക് എന്താ തരും നോക്കാം. ഇത് എനിക്ക് വളരെ ഏറ്റവും ആകർഷണീയ ഭാഗം ഈ ഭാഗം. നമ്മുടെ ഗ്രൂപ്പിൽ കൂടുതൽ ആൾക്കാർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കണം. എത്ര സന്തോഷം നോക്കി. ഒരാൾ ഡയറക്ടർ ആക്കിയാൽ നിങ്ങൾ സീനിയർട്ടായി കണ്ടാ. ഒരാൾ ഡയറക്ടറാക്കി സീനിയർട്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് ആകെ വേണ്ടത് ബാക്കിയുള്ള ക്വാളിഫൈ ചെയ്യാത്ത ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്നും നിങ്ങളുടെ പേഴ്സണൽ പി അടക്കം 900 പോയിന്റ് വാല്യൂ എത്തിയാൽ നിങ്ങൾ സീനിയർ ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്തു. നിങ്ങൾ മലേഷ്യ ഇപ്പൊ ഈ വരുന്ന 6 മാസത്തേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ മനസ്സിലാക്കണം, അത് ചെയ്താൽ പോരാ. അവര് 1000 ഒരു 100 PV എക്സ്ട്രാ വന്നാൽ മാത്രമേ മലേഷ്യ ട്രിപ്പിന് ക്വാളിഫൈ ചെയ്യൂ. വരുമാനം കിട്ടാൻ 900 PV ചെയ്താൽ മതി. 2 പേരെ ഡയറക്ടർ ആക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ ടൂർ ഫണ്ട് ലഭിക്കും ഉണ്ടാവും. ആ ടൂർ ഫണ്ട് നല്ലൊരു എമൗണ്ട് ആണ്, 30,000 വരെ നമുക്ക് ലഭിക്കും. ആ ലെവലിൽ നമുക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നറിയപ്പെടുന്നു. ഈ ലെവലിൽ കമ്പനി നമുക്ക് 1100 PV എത്തുന്ന ആ 2 പേര് ഡയറക്ടറായി. ബാക്കി ഗ്രൂപ്പ് എല്ലാം കൂടി കൂട്ടി നമുക്ക് 600 പോയിന്റ് വാല്യൂ സാധാരണഗതിയിലും മതി. ഫോറിൻ ട്രിപ്പ് പോകാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? 700 പോയിന്റ് വാല്യൂ വേണം ഉണ്ടോ. ജൂൺ മാസം നിങ്ങൾക്ക് എന്ത് റാങ്ക് ആണ് നോക്കുക. ഈ കഴിഞ്ഞ ജൂൺ മാസം എന്ത് റാങ്ക് ആണ് നോക്കുക. നിങ്ങളിപ്പോ ജോയിൻ ചെയ്യില്ലേ കുഴപ്പമില്ല, ജസ്റ്റ് ഡയറക്ടർ ആയാലും പോകാൻ പറ്റും. നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾ ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ അർത്ഥം ഡയറക്ടറായിട്ട് ക്വാളിഫൈ ആയിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് സീനിയർ ആവശ്യമുണ്ട്. ഓക്കെ, ജൂൺ മാസം വോളിയുമാണ് 40 കണക്കൂട്ടുന്നത്. ഇവിടെ നോക്കുക, കാർ അച്ചീവറാണ് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. എന്താ കാർ അച്ചീവർ? 3 ഗ്രൂപ്പിന് 1100 പോയിന്റ് വാല്യൂ ചെയ്യുന്ന വരുന്ന ആ അവസ്ഥക്കാണ് നമ്മൾ SCD എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും അപേക്ഷകരമായ കാര്യം, ഒരു കാറ് പ്ലാൻ ചെയ്തിട്ട് ആ കാറ് വാങ്ങിക്കാൻ സാധിച്ചത് ഈ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്വാളിഫൈ ചെയ്യപ്പെടാം. അതിലൂടെ ഞാൻ ഈ കാറ് സ്വന്തമാക്കിയത്, 13 ലക്ഷത്തിന്റെ കാർ സ്വന്തമാക്കിയത്. അപ്പൊ ഇന്ന് ഏറ്റവും അധികം കാറുകൾ കേരളത്തിൽ തന്നെ ടീം ഗ്ലോബലിലൂടെ തന്നെ ഏതാണ്ട് 250 കാറുകൾ കൊടുത്തു കഴിഞ്ഞു ചുരുങ്ങിയ സമയം. 150ാമത്തെ കാർ വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ നിങ്ങളോട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഈ ഒരു ഭാഗം ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്വാളിഫൈ ചെയ്യും. ഇതൊരു ചരിത്രമായിട്ട് മാറുകയാണ് മോദി കെയർ. സോ 3 ഡയറക്ടർമാരെ ക്വാളിഫൈ ചെയ്തു, നിങ്ങൾ സീനിയർ SCD ലെവലിലേക്ക് എത്തി. ഇനി പ്ലാറ്റിനം ലെവല് 4 ഓർഗനൈസേഷൻ ഡയറക്ടറാക്കി നമ്മൾ പ്ലാറ്റിനമായി. നിങ്ങൾക്ക് അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ PV ആകെപ്പെട്ട 100 PV ചെയ്താലും മതി. ഇവിടെ തൊട്ട് പേഴ്സണൽ PV 50 PV ചെയ്താൽ പോരാ, 100 PV ചെയ്യണം. പക്ഷെ നമ്മൾക്ക് ഹയർ റാങ്കിൽ പോകുമ്പോൾ മലേഷ്യ പോകണമെങ്കിൽ ഇത് 100 PV പോരാ, 200 PV ചെയ്യണം. അതും കൂടി ഞാൻ ഇതിനെ കൂടുതൽ പറയാൻ അല്ല. ഡയറക്ടർ റാങ്ക്, സീനിയർ റാങ്ക് അല്ല, ഓരോ റാങ്ക് കാണിച്ചു. പേഴ്സണൽ PV പ്ലാറ്റിനത്തിന് മാത്രം സാർ അതിൽ 100 ചെയ്താൽ മാത്രമേ പ്ലാറ്റിനം റാങ്കിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ ഒരാളെ വിജയിപ്പിച്ച് നമുക്ക് മെന്റർഷിപ്പ് ബോണസ് വാങ്ങിക്കാൻ ഒരു അവസരമുണ്ട്. ഒരു 20,000 രൂപ വരെ വാങ്ങിക്കാൻ കിട്ടുന്ന അവസരമാണ്. അത് ഒരാൾ നഷ്ടപ്പെടുത്തരുത്. അവരുടെ ഗ്രൂപ്പിനകത്ത് 3600 പോയിന്റ് വാല്യൂ, ആ താഴെ വന്ന ഡയറക്ടർ 3600 പോയിന്റ് വാല്യൂ എത്തുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുള്ളൂ. ഇത്
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻകം അതിനകത്ത്, മെന്റർഷിപ്പ് ബോണസ്. ദെൻ വേൾഡ് ടൂർ ഫണ്ട്, രണ്ടുപേര് ഡയറക്ടർ ആക്കിയ നിങ്ങൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാങ്കിലേക്ക് എത്തി. അതിലൂടെ നമുക്ക് 30,000 രൂപ വരെ ട്രാവൽ ഫണ്ട് ലഭിക്കുക. മാക്സിമം ഉണ്ടാവും, മാക്സിമം. അപ്പൊ നമുക്ക് സപ്പോസ് ഈ വരുന്ന 6 മാസവും നിങ്ങൾ ED ആകാൻ സാധിച്ചാൽ മിനിമം നിങ്ങൾക്ക് ഞാൻ ഒരു 5,000 10,000 കൂടി 10,000 കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 × 6 60,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് പോകാൻ വേണ്ട ചാർജ് 25,000 മതി. ED ലെവലിൽ മലേഷ്യ പോകാനുണ്ട്. ആ ട്രിപ്പ് നിങ്ങൾ എല്ലാവരും ഗോൾഫ് ചെയ്യണം. ഓക്കെ, ഇതൊരു വലിയ സ്വപ്ന തുല്യമായ ഒരു പൊസിഷനാണ് ഈ ട്രിപ്പ് പോകാന്നുള്ളത്. ഇത് ഗ്രോസ് മന്ത്ലി ഇൻകം ED ലെവലിൽ നിങ്ങൾക്ക് ഒരു 50,000 വരെ ലഭിക്കാം ഉണ്ടാവും. അതാണ് വേറൊരു ക്യാച്ച്. 50,000 വരുമാനം വാങ്ങിക്കാൻ പറ്റും, ടൂർ ഫണ്ട് ലഭിക്കും എന്നുള്ള അവസ്ഥയാണ് ഈ വേൾഡ് ടൂർ ഫണ്ടിൽ ED ലെവലിൽ കിട്ടുന്നത്. ഇവിടെ നോക്കുക, ലക്ഷറി കാർ ഫണ്ട്. ഇവിടെ നമുക്ക് 5% പൂളാണ്. 3 ലക്ഷം ക്വാളിഫൈ ചെയ്തുകൊണ്ട് കാർ വാങ്ങിക്കാൻ പറ്റും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് 40,000 വരെ നമുക്ക് മന്ത്ലി കാർ ബോണസ് മാത്രം ലഭിക്കും. മാക്സിമം ഉണ്ടോ, മാക്സിമം അത്ര ലഭിക്കും. ഏത് റാങ്ക് എത്തിയാലും 40,000 ലഭിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് ഒരു ഗ്രോസ് മന്ത്ലി ഇൻകം നമുക്കൊരു 50,000 രൂപ കിട്ടാൻ ഉള്ള അവസരം ഇവിടെയുണ്ട്. ഇത് മനസ്സിലാക്കുക. ഡ്രീം ഹൗസ് ഫണ്ട്, വീട് വെക്കാനുള്ള ഫണ്ട്. ഇവിടെ 4 ഓർഗനൈസേഷനെ ഡയറക്ടർ ആക്കിക്കൊണ്ട് നമുക്ക് വീട് വെക്കാനുള്ള ഫണ്ട് തന്നെ ഒരു 50,000 വരെ വാങ്ങിച്ചെടുക്കാം. ഉണ്ടാ, വീട് വെക്കാനുള്ള ഫണ്ട് മാത്രം 50,000 വരെ മന്ത്രി കിട്ടുന്ന അവസ്ഥയും ഡ്രീം ഹൗസ് ഫണ്ട്. ഇവിടെ വലിയ വരുമാനം ചെയ്യാം. വരുമാനത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എത്ര വേണേയും വരുമാനം ചെയ്യാം ഈ പ്ലാറ്റ് ലെവലിൽ. ഇനി നോക്കുക, ഇതാണ് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സാധാരണ ചെറിയ മരങ്ങളൊക്കെ നോക്കി ഈ മണ്ണിന് പുറമെ മാത്രമേ വേറുണ്ടാവുള്ളൂ. ഈ ആൽമരം നോക്കി, മാവൊക്കെ നോക്കി, പ്ലാവൊക്കെ നോക്കി, താഴത്തേക്ക് ഡീപ്പ് റൂട്ട് പോകും. എപ്പോഴും ഈ ആൽമരം പോലെ അല്ലെങ്കിൽ മാവ് പോലെ ഡീപ്പ് റൂട്ട് ആയിട്ടുള്ള ഒരു വൃക്ഷമായിട്ട് വളരാൻ ശ്രമിക്കണം. ബിസിനസിനകത്ത് ചെയ്യേണ്ട കാര്യം ഡീപ്പർ ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും താഴത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 4 ഓർഗനൈസേഷനോടെ പവർ ഫോർ ഡെവലപ്പ് ചെയ്ത് ഒരു 10 ലെവൽ പവർ ഫോർ ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ വിശ്രമിക്കാൻ പാടുള്ളൂ. ആ ലെഗ് നിങ്ങൾക്ക് ആജീവന എന്ന വരുമാനം തരും. ഇതുണ്ടോ, ഇത് പഠിക്കേണ്ട ലെസനാണ്. നമുക്കൊരു പണ്ടത്തെ ലോറിയൊക്കെ ഉണ്ട്, ഇപ്പത്തെ ആ ബ്രാൻഡൊക്കെ മാറി, 14 ടയർ ലോറിയൊക്കെ മാറി. ആ ലോറിക്ക് നമുക്ക് ദൂരെ യാത്ര ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും. ഒരു 2 വീലർ പോകണമെങ്കിൽ നമുക്ക് ടഫായിരിക്കും. അട്രാക്റ്റീവ് ആണ്, ക്വിക്കറാണ്, എപ്പോഴും ആ ചോയ്സ് നോക്കുക. പക്ഷെ ഇത് ബാലൻസിങ് കുറവാണ്, ഒപ്പം തന്നെ ആക്സിഡന്റ് പ്രോൺ ആണ്. നമുക്കൊരു ഒരു വീലിൽ മാത്രമേ പവർ വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ക്രേസി ആയിട്ട് കാര്യം. 4 വീലാണ്, 4 വീലർ. നിങ്ങൾക്ക് 4 ഓർഗനൈസേഷൻ ആണെങ്കിൽ 4 വീലർ പോണ പോലെ എത്ര ദൂരം വേണേ പോവാം, ഒട്ടും മടുപ്പുണ്ടാവില്ല. ഒരു ബെറ്റർ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഡ്രീം എല്ലാവർക്കും എല്ലാ സ്വപ്നങ്ങളും നേടാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇപ്പൊ പവർ ഓഫ് 4 നിങ്ങൾ പോകണം എന്നാണ് ഇതിന്റെ സാരം. ഇനി അതിന്റെ ഇൻകത്തെ കുറിച്ച് കാണിച്ചേക്കുക. ടൈപ്പ് ഓഫ് ഇൻകം കണ്ടോ, ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, അവർക്ക് കിട്ടുന്ന ഓരോ ലെവലിൽ കിട്ടുന്ന അവരെന്താ ചെയ്യേണ്ടത്, ഓരോ ലെവലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പ്ലാറ്റിനം വരെ പറഞ്ഞു കഴിഞ്ഞു. റെഡ് ഡയമണ്ട് ലെവലില് 2 പേര് നിങ്ങളുടെ ഗ്രൂപ്പില് 4 പേര് 2 പേര് സീനിയർ ഡയറക്ടർ ആകുകയും 2 പേര് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുകയും ചെയ്യുമ്പോൾ കമ്പനി നിങ്ങൾക്ക് ഒരു വലിയ വരുമാനത്തിൽ റെഡ് ഡയമണ്ട് ലെവലിലേക്ക് എത്തും. ഉണ്ടോ, വലിയ വരുമാനം, വലിയ പൊസിഷനായി. ഭാഗ്യത്തിന് എനിക്ക് ആ ഒരു പൊസിഷൻ എത്താൻ സാധിച്ചു. ഇതൊരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യണ ഒരു ബിസിനസ്സാണ്, കഷ്ടപ്പെട്ട് ചെയ്യണ ബിസിനസ് അല്ല. ഈ പ്രൊഡക്റ്റും അത്രയും ലോകത്തിട്ടാവുന്ന ഹയസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. നമ്മുടെ ആരോഗ്യം അത് നോക്കിക്കോളും. അങ്ങനെ 2 പേര് SCDയും 2 പേര് പ്ലാറ്റിനം ആകുമ്പോൾ നിങ്ങൾ റെഡ് ഡയമണ്ട് ആവും. ഉണ്ടോ, ഇതും പഠിക്കേണ്ട ലെസനാണ്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ബി ഉണ്ടോ, അവിടെ നിന്നിട്ട് പേഴ്സണൽ ബി 200 ട്രിപ്പിൾ ഡയമണ്ടും അതുപോലെ തന്നെ 2 ലേക്ക് പ്ലാറ്റിനവും 2 ലേക്ക് റെഡ് ഡയമണ്ടും ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിൾ റെഡ് ഡയമണ്ട് ആയി. നമുക്ക് 200 പോയിന്റ് വാല്യൂ നിങ്ങൾ പേഴ്സണൽ ബി ചെയ്യണം. ബ്ലൂ ഡയമണ്ട് കുറവ് വലുതാണ്. 2 പേര് റെഡ് ഡയമണ്ടും 2 പേര് ഡബിൾ റെഡ് ഡയമണ്ടും ആണെങ്കിൽ നിങ്ങൾക്ക് 4 പേരിൽ 2 പേര് അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് 300 പേഴ്സണൽ ബി ചെയ്യണം. ബ്ലൂ റെഡ് ഡയമണ്ട് 10 ലക്ഷം മേളിൽ വരുമാനം കിട്ടുന്ന അവസ്ഥയിൽ. റെഡ് ഡയമണ്ട് ബോണസ് മാത്രം 3 ലക്ഷം വരെ ഉണ്ട്. ബ്ലൂ ഡയമണ്ട് ബോണസ് മാത്രം 10 ലക്ഷം വരെ ഉണ്ട്, ബോണസ് മാത്രം. അപ്പോൾ എമൗണ്ട് ആലോചിക്കുക. അങ്ങനെ ഡബിൾ ബ്ലൂ ഡയമണ്ട്, ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ കീ പൊസിഷൻസ്. ഞാനൊരു കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. ഇത് നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ ടീമിനകത്ത് മാക്സിമം ഡയറക്ടറെ ക്വാളിഫൈ ചെയ്യുക. ഞാൻ എന്റെ ബാക്കിൽ സ്ക്രീൻ നോക്കാം. 1000 ഡയറക്ടർ നമുക്ക് ഈ ഡിസംബറിനുള്ളിൽ പ്ലാൻ ചെയ്യാം. ഈ ഡിസംബറിൽ എല്ലാ നമ്മുടെ ടീം ഗ്ലോബില് 1000 ഡയറക്ടർമാരെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യാം. അതിൽ ആ മിഷനിൽ നിങ്ങൾ എല്ലാവരും പാർട്ടാവുക. റെഡ് ഡയമണ്ട് ലെവലിൽ നമുക്ക് കാണിച്ചു 3 ലക്ഷം വരെ
ബോണസ് മാത്രം, ക്ലബ്ബ് ബോണസ് മാത്രം 3 ലക്ഷം വരെ കിട്ടും. ഉണ്ടോ? ബ്ലൂ ഡയമണ്ട് ലെവലില് അതെങ്ങനെയാണ് ഓരോ ഗ്രൂപ്പ് വരുന്ന കാര്യം കാണിച്ചു തരിക. റെഡ് ഡയമണ്ട് ലെവൽ 2 ലക്ക് സീനിയർ ഡയറക്ടർ, 2 ലക്ക് ED ആവുക, അല്ലെങ്കിൽ 10,000 PV ചെയ്യുക. C&Dയും 10,000 PV ചെയ്താലും നമുക്ക് റെഡ് ഡയമണ്ട് ആകാൻ പറ്റും. ഡബിൾ റെഡ് ഡയമണ്ട് അങ്ങനെയല്ല, 2 ലക്ക് SCD ആവുക, 2 ലക്ക് പ്ലാറ്റിനം ആകുക. പ്ലാറ്റിനം ആകാൻ പറ്റില്ലെങ്കിൽ 20,000 വോളിയം, 20,000 PV ആ 2 ഗ്രൂപ്പിൽ വരുവാണെങ്കിൽ നമുക്ക് ഡബിൾ റെഡ് ഡയമണ്ട് ആവാം. ട്രിപ്പിൾ ഡയമണ്ട് കുറച്ച് വ്യത്യാസമായി. 2 ലക്ക് പ്ലാറ്റിനം ആവണം, 2 ലക്ക് റെഡ് ഡയമണ്ട് ആവണം, അല്ലെങ്കിൽ 30,000 PV എത്തുക, 2 ലക്ക് 30,000 PV എത്തുക. അപ്പോഴും നമുക്ക് ട്രിപ്പിൾ റെഡ് ഡയമണ്ട് എത്താൻ പറ്റും. ഇത് ഞാൻ പറയുന്ന അറിയോ, ഇരിക്കുന്ന എല്ലാവർക്കും അതാകാൻ പറ്റും. അത് ആദ്യം വിശ്വസിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ് ഇത് 10 ലക്ഷം വരെ നമുക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയിൽ ഫോർ ഓൾ ബ്ലൂ ഡയമണ്ട് ക്ലബ് ക്വാളിഫയേഴ്സും നമുക്ക് ഒരു അട്രാക്റ്റീവായിട്ട് കാര്യം ഉണ്ടോ. 2 ലക്ക് റിട്ടയർമെന്റ് ആവുക, 2 ലക്ക് ഡബിൾ റിട്ടയർമെന്റ് ആവുക. അപ്പൊ നമുക്ക് ബ്ലൂ ഡയമണ്ട് എന്ന ലെവലെത്തും. ഇതിനകത്തൊരു എന്റെ സ്പോൺസേഴ്സ് ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്സ്, അതായത് ഡബിൾ ബ്ലൂ ഡയമണ്ട് കഴിഞ്ഞ് ട്രിപ്പിൾ ബ്ലൂ ഡയമണ്ട്, ഈ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട്സ് ആയി ദിനേശ് സാറും ജിഷ സാറും. കേരളത്തിൽ ആദ്യത്തെ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ഇതിനുമുള്ള ഹയർ ടൈറ്റിലും കേരളത്തിൽ ആദ്യം നേടിയതും എനിക്ക് അഭിമാന പുരസ്സരം പറയാം. അവരുടെ ടീമിൽ വരാൻ സാധിച്ചത് അവരെന്റെ സ്പോൺസേഴ്സ് ആയിട്ട് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. പിന്നെ 30 ലക്ഷം രൂപ വരെയാണ് അവർക്ക് മന്ത്ലി ബോണസ് ലഭിക്കുന്നത്. പിന്നെ 45 ലക്ഷം രൂപ എടുത്ത് ടാക്സ് പേ ചെയ്യുന്ന ആക്കാരാണ് ഒരു വർഷം. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുക. ഒരു മോദിക്കയിലൂടെ കുറേയധികം ചാരിറ്റി ചെയ്യുന്നു, കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. ആ ലെവലിലേക്ക് എത്താൻ ഈ ബിസിനസ് സാധിക്കുമെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്തരത്തിലൊരു ബിസിനസ് വന്നേക്കണമെന്ന് ആലോചിച്ച് നോക്കുക. എത്ര സീരിയസ് ആയിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന കാര്യം പഠിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ജസ്റ്റ് 4 lakhs ടു ഫോക്കസ് ആൻഡ് ഡെവലപ്പ്. 4% ലെവലിൽ നിങ്ങൾ എല്ലാവരും, നിങ്ങളെല്ലാം ആരംഭിച്ച 4%. അത് പിന്നെ ഡയറക്ടറായി പവർ ഓഫ് 4 തന്നെ ലെവൽ 1, ലെവൽ 2, മൈൽ സ്റ്റോൺ നമ്പർ 1, മൈൽ സ്റ്റോൺ 2 ഗോൾഫ് ചെയ്ത് ഡയറക്ടർ റാങ്കിലെത്തി. ദെൻ അത് താഴത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സമയത്ത് ടീമിലെല്ലാവരും പഠിക്കാനും നമ്മൾ പഠിക്കാൻ തുടങ്ങുക, ടീമിൽ പഠിപ്പിക്കാൻ തുടങ്ങുക. എന്ത് രസം നോക്കി, ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവർക്കും നല്ല വരുമാനം വാങ്ങിച്ചു കൊടുത്തോണ്ടാണ് ചെയ്യുന്നത്. ആ പ്ലാറ്റിനം ലെവലിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലെ 4 ലേക്കും പ്ലാറ്റിനമായി, 4 ലേക്കും ഡയമണ്ടായി, 4 ലേക്കും റെഡ് ഡയമണ്ടായി. അങ്ങനെ നമ്മൾ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് എത്തി. അപ്പൊ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഫീ ബ്ലൂ ഡയമണ്ട് തൊട്ട് 300 PV ആണ്. ഇതിലൂടെ ഒരു വെൽത്ത് ക്രിയേഷൻ ആണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ ബിസിനസ് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും. ഈ ഇരിക്കുന്ന ഇത്രയും പേര് നിങ്ങളുടെ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്ത് ഒരു മാസം 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, 1 കോടിയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന, വരുന്ന 5 വർഷം വാങ്ങിക്കുന്ന ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കി. നിങ്ങളുടെ നാട്ടിൽ എത്രയോ പേരെ രക്ഷിക്കാൻ പറ്റും, എത്രയോ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൈ എടുക്കാൻ പറ്റും. ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് മുൻകൈ എടുത്ത് നിൽക്കാൻ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ. നമുക്ക് പല സെലിബ്രിറ്റീസ് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ കൊതിയോട് കാണാറുണ്ട്, എന്നാണ് നമുക്ക് ഒരു സംഗതി ചെയ്യാൻ പറ്റുക. നമുക്ക് അങ്ങനെ ചെയ്യാൻ വേറെ മാർഗമൊന്നുമില്ല. മോദിക്കരോട് ചെയ്യാൻ പറ്റുന്ന ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കാര്യം മോദിക്കരോട് ഇന്ന് ലക്ഷങ്ങളും കോടികളും വാങ്ങിക്കുന്ന ആളുകൾ എത്തിക്കഴിഞ്ഞു. നമുക്കിതിലൂടെ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ജസ്റ്റ് 4 ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവരെ കറക്റ്റായിട്ട് ഫ്രാഞ്ചൈസിലൂടെ ഉണ്ട്. വലിയൊരു മേൽക്കോയ്മ നേടാൻ പറ്റി. രാജ്യത്തിന്റെ പുരോഗതിയിൽ എടുത്തു പറയത്തക്ക റോള് വഹിക്കാൻ പറ്റിയ ഒരു കമ്പനിയായിട്ട് മോദിക്കർ മാറി. അത്ര സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന അധികം കമ്പനി ഇല്ലാന്ന് സത്യം നമുക്ക് മനസ്സിലാക്കുക. സോ അപ്പൊ ഈ പ്രസന്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ക്ലബിലേക്ക് നിങ്ങളെ ഹാർദമായ സ്വാഗതം ചെയ്യാണ്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇതൊരു നിസ്സാര സംഭവമല്ല. കുറേയധികം ആളുകൾ ലൈഫിൽ വെളിച്ചം എഴുതുന്ന ഒരു ബിസിനസ് മാറുകയാണ്. ലൈറ്റ് ഇൻ ദ ലാമ്പ് എന്ന് പറയും. അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എനിവേ ഓൾ ദ ബെസ്റ്റ്. സീ യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.